മെയിനായിട്ട് ഈ ആശയം വരാൻ തന്നെ കാരണം ഞങ്ങളുടെ നാട്ടിലെ കുറ്റിക്കാട്ടൂർ എന്നുള്ള കുറ്റിക്കാട്ടൂർ അറിയില്ലേ? അപ്പോൾ അവിടുത്തെ റോഡ് ബ്ലോക്ക് ഞാൻ 4 മാസം കണ്ടൊരു റോഡ് ബ്ലോക്കാണ്. അവിടെ ഇതേപോലത്തെ ഡ്രൈനേജസ് ചെയ്യുകയാണെങ്കിൽ ഒരു രാത്രി കൊണ്ട് പണി തീർക്കാൻ പറ്റിയ ഒരു സംഗതി 4 മാസം നമ്മളവിടെ എന്ത് ചെയ്തു. ഈ ഒരു വാളിന് എവിടെങ്കിലും ഒരു വളവുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഇട്ട മണ്ണാണ് അല്ലേ? ഇത് ഫില്ല് ചെയ്ത മണ്ണാണ്. മൊത്തം ഫില്ല് ചെയ്ത മണ്ണിലാണ് ഇത് വെച്ചത്. ഇത് 1 മീറ്റർ വരെ ഒരു ലെയർ വരുന്നുണ്ട്, 2 മീറ്റർ വരെ അടുത്ത ലെയർ വരുന്നുണ്ട്, 3 മീറ്റർക്ക് വേറൊരു ലെയർ ആയിട്ട് വരുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഒരു ഓഞ്ച് സ്റ്റീൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കർവ് കോർണറിൽ ഒരു ഓഞ്ച് സ്റ്റീലായിട്ട് എന്ത് ചെയ്യുന്നത് ഹുക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ഒരു കമ്പനീന്റെ മുന്നിലാട്ടോ. വലിയൊരു ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കമ്പനീന്റെ മുന്നിലാണ് കേട്ടോ. പ്രീകാസ്റ്റ് കോൺക്രീറ്റ്, അതായത് ഇതുപോലത്തെ റീറ്റൈനിങ് വാളുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവർ നിർമ്മിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റീറ്റൈനിങ് വാളിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഈ സംഭവം നമ്മൾ സൈറ്റിൽ കൊണ്ടുവച്ച് മണ്ണിട്ടാൽ പരിപാടി കഴിഞ്ഞു. ഇതുപോലെ കല്ലുകൊണ്ടൊക്കെ വെച്ചിട്ടുള്ള മതിലുകളുണ്ടല്ലോ, ഇപ്പോൾ ഒരുപാട് മതിലുകളൊക്കെ മഴവെള്ളപ്പാച്ചിലിൽ ഉയർന്ന സ്ഥലങ്ങളൊക്കെ ഒഴുകി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലുള്ള ഒരു റിട്ടേൺ വാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നല്ല സ്ട്രോങ്ങിൽ നിൽക്കും എന്നുള്ളതാണ്. വെറും 2 മാസമായിട്ടുള്ള ഇവരെ കമ്പനി തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഒരുപാട് പ്രൊജക്റ്റുകൾ ഇവർ ചെയ്യുന്നുണ്ട്. 2 മാസത്തിലിടയ്ക്ക് നല്ല ഡെവലപ്പ് വന്നിട്ടുള്ള നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ വിശേഷങ്ങളാണ്, ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് കോൺട്രാക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും ഒക്കെ നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്താ പേരെന്താ പറഞ്ഞത്? ഷബീബാണ് ഈ ഒരു വലിയൊരു കമ്പനിന്റെ ഓണർ അല്ലേ? ഷബീബെ, എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ആശയം തോന്നാന്? അതായത് ഞാന് കോൺട്രാക്ടറാണ്, കേരളത്തിൽ മൊത്തം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സൈറ്റില് എനിക്ക് വരുന്ന പ്രശ്നം, ഒന്നുകിൽ സ്ഥലമില്ലാത്ത പ്രശ്നം, അല്ലെങ്കിൽ പണിയെടുക്കുന്ന സമയത്ത് വർക്കേഴ്സിനെ കിട്ടാത്ത പ്രശ്നം, അല്ലെങ്കിൽ മഴ, അല്ലെങ്കിൽ സൈറ്റിൽ കുഴിയെടുത്ത് കഴിഞ്ഞാൽ വെള്ളം. അപ്പോ ഇതിനൊക്കെ പാടെ ഇങ്ങനെ ഈ ഒരു ഫീൽഡിൽ ആലോചിച്ചപ്പോ പരിഹാരം എത്തിപ്പെട്ടതാണ് ഇത്. ഓൾറെഡി പുറം നാടുകളിൽ ഞാൻ പോകുമ്പോ കാണാറുണ്ട്, നമ്മളെ നാട്ടിലെത്തിയില്ല എന്നേ ഉള്ളൂ. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇത് നമ്മളെ വിദേശ രാജ്യങ്ങളിൽ നമ്മളെ വീഡിയോകളിലൊക്കെ കാണാറുണ്ട് ഇങ്ങനത്തെ സംഭവം. നമ്മളെ കേരളത്തിൽ ഇതുവരെ ആരും ഇത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? അതെ, അത് ഇനി എത്തിക്കോളും. 2-3 കൊല്ലം കൊണ്ടൊക്കെ മൊത്തം ഇതിലേക്ക് വരും, പ്രീകാസ്റ്റിലേക്ക് വരും. ആദ്യം തന്നെ ഞങ്ങളൊരു സംഭവം കാണിച്ചു തരാം. ഈ ഒരു വാള് നോക്കണം നിങ്ങള്. ഈ ഒരു വാളിന് എവിടെങ്കിലും ഒരു വളവുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഇട്ട മണ്ണാണ് അല്ലേ? ഇത് ഫില്ല് ചെയ്ത മണ്ണാണ്. മൊത്തം ഫില്ല് ചെയ്ത മണ്ണിലാണ് ഇത് വെച്ചത്. ഇതിപ്പോ എത്ര അടി? 4 അടി ഉള്ളതാ? ഇത് 5 അടിയുള്ള 5 അടി ഹൈറ്റ് വരുന്ന പ്രീകാസ്റ്റ് മറ്റേ റിട്ടേണിംഗ് വാള്, എൽ ടൈപ്പ് വാള്. അപ്പൊ ഈ ഒരു എല്ലായിട്ടുള്ള സംഭവം ഇങ്ങോട്ടല്ലേ വരുന്നത്? അതിന്റെ ഈ മണ്ണിടണ ഭാഗത്താണ്. ഈ മണ്ണെന്നാണ് ഇതിന്റെ എന്ത് വരുന്നത്, സ്ട്രെങ്ത് വരുന്നത്. മണ്ണെന്നെ ഇതിന് ലോഡ് കൊടുക്കണോടെ തന്നെ എന്ത് ചെയ്യും, ഇത് ലൈനായിരുന്നു. ഒരിക്കലും ഇത് തള്ളി പോകില്ല എന്നുള്ളതാണ് അല്ലേ? കാരണം എന്താ വെച്ചാൽ ഇവിടെ എത്രയും വരെ വർക്ക് നടക്കുമ്പോ ഈ ഒരു മണ്ണിലൊക്കെ മെഷീനൊക്കെ വന്ന് ഓരോ വെക്കണതാണ്. ഇപ്പൊ ലോഡിങ് അൺലോഡിങ് വരുമ്പോഴാണ്. പോലും വന്നിട്ടില്ല. നോർമല് ചുമരാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യും, ചെറുതായിട്ട് ബൾജ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതില് എനിക്ക് ഇത് തന്നെ എന്താ വെച്ചാൽ ഇത് ഫില്ലിംഗ് ആയി നിൽക്കുന്ന ഏരിയ ആണ്. ഫില്ലിംഗ് ഏരിയയിൽ ഇങ്ങനെ കെട്ടിയാലും ആ കെട്ടിന്റെ വെയിറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, സെറ്റിൽമെന്റ് വരും. അപ്പൊ അത് ഇതില് വന്നിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ലോക്കായിട്ടാണ് വരുന്നത് അല്ലേ? ഈ ഒരു സിസ്റ്റം, ലോക്കിംഗ് സിസ്റ്റം ഇവിടെ വരുന്നുണ്ട്. ഇതിപ്പോ ഈ അടിയിലുള്ള മണ്ണ്, അവിടെ വരുന്ന മണ്ണ് കുറച്ച് താഴ്ന്നു പോയാലും ഇത് ഒരുമിച്ച് താവുള്ളൂ, ലെവലും പോവില്ല. കാരണം ഇത് ഒരുമിച്ച് സെറ്റിൽമെന്റ് ആവുള്ളൂ. ഇത് നമ്മള് 4 മീറ്റർ വരെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതിപ്പോ പുതിയത് വന്നിട്ട് ഓരോ ദിവസം ഇത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കാന്ന് ഞാൻ പറയില്ല. ഓരോ ദിവസം തോറും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് അല്ലേ? അത് 4 മീറ്റർ വരെ, നമ്മൾ 3 മീറ്റർ വരെ ഇപ്പൊ സൈറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോളജ് സിറ്റിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 4 മീറ്ററിൻ്റെത് സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ നാളെ മുതൽക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കും. അത്രയും വലിയ ഇതിപ്പോ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കുള്ള ഇതിന്റെ ലെഗ് അതിനനുസരിച്ച് നീളും, അതിന്റെ തിക്നെസ് കൂടും. അപ്പൊ മുകളിലുള്ള ഇവിടെയുള്ള തിക്നെസ് അല്ല താഴേക്ക് വരുമ്പോ ഉണ്ടാവുക. താഴേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, തിക്നെസ് ഇതിന്റെ ബെൻഡും അപ്പൊ അതിനനുസരിച്ചുള്ള സ്റ്റീലും ആണ്. നിങ്ങൾക്ക് അവിടെ കാണാം സ്റ്റീലൊക്കെ ഇടുന്ന ഒരു മെത്തേഡും അതിന്റെ ഡിസൈനിങ് ഒക്കെ വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയിട്ട് ഒന്നും കൂടി കാണാം അല്ലെ? അതിന് മുന്നേ നമുക്ക് ഇത് പരിചയപ്പെടാം. എന്തൊക്കെ തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്? ഒന്ന് റീറ്റേൺ വാൾ ഉണ്ട്, ഡ്രൈനേജസ് ഉണ്ട്, പിന്നെ ബിൽഡിങ്ങിന്റെ കോളം ഫൂട്ടിങ്സ് വരുന്നുണ്ട്. അതായത് നമ്മൾ സൈറ്റിൽ എന്തൊക്കെ ചെയ്യുന്നോ അത് മുൻകൂട്ടി നമ്മളെ യൂണിറ്റിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഇത് ബോസ് കംഫർട്ട് ആണ് വരുന്നത്.
ഇത് മെയിനായിട്ട് ഈ ആശയം വരാൻ തന്നെ കാരണം ഞങ്ങളെ നാട്ടിലെ കുറ്റിക്കാട്ടൂർ എന്നുള്ള കുറ്റിക്കാട്ടൂർ അറിയില്ലേ? അപ്പോൾ അവിടുത്തെ റോഡ് ബ്ലോക്ക് ഞാൻ 4 മാസം കണ്ടൊരു റോഡ് ബ്ലോക്കാണ്. അവിടെ ഇതേപോലത്തെ ഡ്രൈനേജസ് ചെയ്യുകയാണെങ്കിൽ ഒരു രാത്രി കൊണ്ട് പണി തീർക്കാൻ പറ്റിയ ഒരു സംഗതി 4 മാസം നമ്മളവിടെ എന്ത് ചെയ്തു, അവിടെ പണി നടന്നുകൊണ്ട് ഇതുവരെ പണി കഴിഞ്ഞിട്ടില്ല. ഇല്ല. അപ്പോൾ ഇതെന്നൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ആശയത്തേക്ക് വന്നതും നാട്ടിൽ നടക്കാൻ പറ്റുന്നതാണെന്നുള്ള കണ്ടതും. ഇതാവുമ്പോ ഈ ആ പണി നടക്കുന്ന സമയത്ത് മണ്ണ് മാന്തിയിട്ട് അപ്പൊ തന്നെ ഫിക്സ് ചെയ്യാം. ഒരു രാത്രി കൊണ്ട് ആ വർക്ക് തീരും. അപ്പൊ ഇനിയിപ്പോ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചുള്ള ഓല് തന്ന ഡിസൈനിൽ നമ്മൾ ഓൾറെഡി ഇവിടെ കാസ്റ്റ് ചെയ്ത് വെച്ചാല് എന്ത് ചെയ്താൽ മതി, ഒരു രാത്രി കൊണ്ട് തീർക്കേണ്ട വിഷയമുള്ളൂ. ഇതേ വിഷയം തന്നെയാണ് ഇപ്പൊ കൊണ്ടോട്ടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കത്തിക്കൊണ്ട് വെക്കുന്നത്. അതായത് എന്താവുകയാണ്, ജനങ്ങളെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല അവിടെയുള്ള ഷോപ്പിംഗ് ആയിരുന്നോ സംഗതികളൊക്കെ. അപ്പോൾ ഓൽക്ക് എഞ്ചിനീയേഴ്സിന് ഓലെ വേണ്ട ഏതാ സൈസ് വെച്ചാല് ആ സൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് എന്ത് ചെയ്യും, ഞങ്ങൾ ഡൈ, കാരണം നമ്മൾ ഡൈ ഇവിടെ തന്നെ ചെയ്യണോണ്ട് സുഖമായി ചെയ്യാൻ പറ്റും. അതായത് ഓലേതായ സ്പെക്കിലും ഓലേതായ പറഞ്ഞ ഗ്രേഡ് സിമെന്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് സ്റ്റീലൊക്കെ ഇട്ടിട്ട് തന്നെ എന്ത് ചെയ്യാം, ഇത് ചെയ്യുന്നിടത്തേക്ക് ഇനി എത്തണം, ആൾക്കാർക്ക് ഇത് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമൊക്കെ തന്നെയാണ്. ഇതിന്റെ പല സൈസുകളുണ്ടല്ലേ, പല വലിപ്പം, എല്ലാ സൈസുകളും അവൈലബിൾ ആണ്. ഒരുപാട് സൈസ്. ചെറിയ ടൈപ്പ് അതാ കാണിക്കാം. ഇതിന്റെ ചെറിയൊരു ടൈപ്പ്. ഇത് യു ഡ്രൈനേജ് ആണ് ഇതൊക്കെ വരുന്നത്, യു ടൈപ്പ്. ഇതാണ് ചെറിയ ടൈപ്പ് വരുന്നത്. ചെറിയ ടൈപ്പ് നിങ്ങൾ പറഞ്ഞ സംഭവം ബോക്സ് കംഫർട്ട്. അപ്പൊ ഇത് പെട്രോൾ പമ്പുകൾക്കും ഇവർക്കൊക്കെ നോർമലി യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ ഇത് എഞ്ചിനീയേഴ്സിന്റെ സൈസ് അനുസരിച്ചിട്ട് ഓരോ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. കണ്ടമാനം റിക്വയർമെന്റ് ഇഷ്ടംപോലെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, എഞ്ചിനീയേഴ്സ് മുമ്പിലും ഇവിടെ വന്ന് സൈറ്റിൽ നിന്ന് കാണുന്നുണ്ട്. അതെ, അതായത് അവർക്ക് ഇത് ഇത്രയും ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് തന്നെ ഫൂട്ടിങ്ങിനെ കുറിച്ചിട്ടാണ് കൂടുതലും വരുന്നത്. ഇവിടെ റെഡിമെയ്ഡ് ബിൽഡിങ്ങിന്റെ ഫൂട്ടിങ്ങുകള് ഇത് റെഡിമെയ്ഡ് ആയിട്ട് ഇതുപോലെ ഇതിപ്പോ 2 മീറ്റർ നീളം 2 മീറ്റർ വീതിയുള്ള ഫൂട്ടിംഗ് ആണ്, 50 ഡയ വരുന്ന ഫൂട്ടിംഗ് ആണ് വരുന്നത്. ഇപ്പൊ ഇത് കോഴിക്കോട് സൈറ്റിലേക്കുള്ളതാണ്. അപ്പൊ ഇതിങ്ങനെ പോകുമ്പോ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ വെള്ളം കുയില് വെള്ളമുള്ളതോ അല്ലെങ്കിൽ മണ്ണിടണോ ഒന്നും നമ്മൾ നോക്കേണ്ടിയില്ല. കട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്ത് പോവാണ്. അതായത് എഞ്ചിനീയേഴ്സിന് നമ്മൾ ഓല് പറഞ്ഞ സൈസിലും അതിലുള്ള സ്പെക്കും നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഏത് വലിയ ബിൽഡിങ്ങിനും ഇതുപോലുള്ള ഫൂട്ടിംഗ് ആപ്ലിക്കബിൾ ആണ്. അതെ അതെ അതെ. അത് ഓരോ സൈറ്റിൽ ഇപ്പൊ എഞ്ചിനീയേഴ്സ് ആണ് തരിക ചെയ്യുക. അപ്പൊ ആ ഓല് തന്ന സ്പെക്ക് നമ്മൾ മുൻകൂട്ടി നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, ഇത് കാസ്റ്റ് ചെയ്ത് ക്യൂറിംഗ് വരെ കഴിഞ്ഞതിന്റെ ശേഷമായിരിക്കും കൊണ്ടുപോകാം. അപ്പൊ ഇത് റീറ്റെയിനിങ് വാൾ ഇന്ന് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലേ? അത് ഇപ്പൊ സ്റ്റോപ്പ് ആയിട്ടേ ഉള്ളൂ, കോൺക്രീറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 5 സെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, 2 മീറ്റർ ഹൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 5 സെറ്റ് പ്രൊഡക്ഷൻ, ഇത് 2 മീറ്ററിന്റെ ഉണ്ട്. അതേമാതിരി 1 മീറ്റർ മുതൽക്ക് 3 മീറ്റർ വരെ ഇപ്പൊ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, 5 സെറ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അത് 1 മീറ്റർ ഹൈറ്റ് വരുന്നത്, പല ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ, ചെറിയ ചുമരുകൾക്കൊക്കെ. ഇതിപ്പോ കല്ല് വെക്കുകയാണെങ്കിൽ 4-5 വരി വെക്കാനുള്ളത് ഉണ്ടാവും അല്ലേ? 5 വരി വെക്കണം. ചാർജ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്, ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? ഏകദേശം ഫിക്സഡ് അല്ല റേറ്റുകൾ, ഇതിന്റെ വോളിയത്തിനനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ആണ്. ഇതിപ്പോ 1 മീറ്റർ ഹൈറ്റിൽ ഈ ഒരു സ്പെക്കിലാണെങ്കിൽ നമുക്ക് 4000 റുപ്യ അവിടെ പ്രൊഡക്ഷൻ എക്സ്പെൻസ് വരുന്നുണ്ട്. ഇത് സൈറ്റിൽ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോ 5000 റുപ്യ റേറ്റില് ഇത് ഇങ്ങനത്തെ ഇതിന് വരും. ഏകദേശം ഒരു എന്താ പറയാ 1 മീറ്റർ ഹൈറ്റ് വരുന്നതിന് 5 വരി കല്ല് വെക്കുന്ന ഹൈറ്റ് 4 അടിയല്ലേ ഇതിന്റെ? 4 അടി വരുന്നത്, വീതി വരുന്നത്. അപ്പൊ ഒരു 7 റുപ്യ വരുന്നുണ്ട്, 1.5 മീറ്റർ 7000 രൂപ വരുന്നതാണ് അല്ലേ? 1.5 മീറ്റർ ഹൈറ്റില്. 1.5 മീറ്റർ എങ്ങനെയായാലും അതില് നമ്മൾ കല്ലുകൊണ്ട് കെട്ടി വരുമ്പോ ബെൽറ്റ് വാർത്ത് ഒരു 4 ഫൂട്ട് 1.5 മീറ്റർ കഴിഞ്ഞാൽ എന്തായാലും ഒരു ബെൽറ്റ് ഇടേണ്ടിയുണ്ട്. അപ്പൊ ആ സംഗതി വെച്ച് നോക്കുമ്പോ ഇത് അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല, അതിനായിട്ട് സ്ട്രോങ്ങും വരുന്നുണ്ട്. പിന്നെ കേട് വരുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, പേടിക്കാതെ. ഇത് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ മതിൽ ചെയ്തു, ഇനി വീതി കൂട്ടേണ്ടി വന്നു, അപ്പൊ അതേ സാധനം തന്നെ എന്ത് ചെയ്യാ, റീസെറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറ്റും. ഇത് 3 മീറ്റർ ഹൈറ്റ് വരുന്ന റിട്ടേൺ വാളാണ് വരുന്നത്. ഇതിന് ലെഗ് നമുക്ക് ഏകദേശം 1.5 മീറ്റർ ഇതിന്റെ ലെഗ് വരുന്നുണ്ട്, 1.70 ലെങ്ത് ലെഗ് വരുന്നുണ്ട്. അത് തന്നെ ഓരോ ലെയർ ആയിട്ടാണ് വരുന്നത്. ഇത് 1 മീറ്റർ വരെ ഒരു ലെയർ വരുന്നുണ്ട്, 2 മീറ്റർ വരെ അടുത്ത ലെയർ വരുന്നുണ്ട്, 3 മീറ്റർക്ക് വേറൊരു ലെയർ ആയിട്ട് വരുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഒരു ഓഞ്ച് സ്റ്റീൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കർവ് കോർണറിൽ
ബ്രോഞ്ച് സ്റ്റീലായിട്ട് എന്ത് ചെയ്യുന്നത് ഹുക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. അതിൽ ഈ ടോപ്പ് ലെയർ എന്ത് ചെയ്യുന്നത് കൂടുതൽ കമ്പി വരുന്നുണ്ട്, ബോട്ടത്തിൽ കുറവ് വരുന്നുണ്ട്. ഇത് എഞ്ചിനീയേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്ത് തരുന്നതാണ്, അപ്രകാരമാണ്. കാരണം ലോഡ് എന്താ കൺസിഡർ ചെയ്തിട്ട് ടോപ്പിൽ ഒരു ലെയർ കൂടുതൽ താഴെ കുറവ് ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ലോഡിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ടെക്നിക്കൽ പരമായിട്ടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് 140 ഇത് വീടുകൾക്കുള്ള ഫൂട്ടിംഗ് ആണ് വരുന്നത്. അപ്പോ ഇത് ഇന്ന് കാസ്റ്റ് ചെയ്തതാണ് ഇത് വരുന്നത്. ഇവിടെ കമ്പി ഇട്ട് വെച്ചിട്ടുണ്ട്, ചെറിയൊരു ഫൂട്ടിംഗ് ആണ് അല്ലേ? അത് 1 മീറ്റർ ഷോർട്ട് പില്ലറിന് വരുന്ന ഒരു ഇതാണ്. അപ്പൊ പോർഷനൊക്കെ വരുന്ന പില്ലർ അതെ യു ടൈപ്പ് ആണ്. 60 സെന്റിമീറ്റർ ലെങ്ത്തും 60 സെന്റിമീറ്റർ വിഡ്ത്തും വരുന്ന ഡ്രൈനേജ് ആണ്. ഡ്രെയിനേജ് അതിലും ചെറിയ ഡ്രെയിനേജ്, വീടുകൾക്കൊക്കെ വെക്കാൻ പറ്റിയ ഡ്രെയിനേജ് ചെറുത്, ചെറിയ പർപ്പസിനും അതേമാതിരി ഓഡിറ്റോറിയം, സ്കൂള് അങ്ങനത്തെ ഏരിയയിലൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റർലോക്കിന്റെ ഇടയിൽ വെള്ളം വരുന്നതും അങ്ങനത്തെ മുറ്റൊക്കെ ഡ്രൈ ആയി കിട്ടാൻ ഇങ്ങനത്തെ ഡ്രെയിനേജ് കൊടുത്താൽ തീരാവുന്ന വിഷയമുള്ളൂ. ഇതുപോലുള്ള ചെറിയ ഡ്രെയിനേജുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീടുകളിൽ ഗാർഡനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും അല്ലേ? ഗാർഡൻ പർപ്പസിന് ഇത് വെച്ചിട്ട് ഇതിൽ മണ്ണ് നിറച്ച് ചെടികളൊക്കെ വളർത്തി നല്ല മനോഹരമാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലുള്ള ചെറിയ ഡ്രെയിനേജ് അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പല വലുപ്പത്തിലുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ സൈസിലും വരുന്നുണ്ട്, ആവശ്യത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കാല്ലേ, അവിടേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പോലെ ഇത് നമ്മൾ സ്ഥലം പോരായിട്ടുണ്ട്, അതിന് സൗകര്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്കൊക്കെ ഇനി വരാനുള്ളതാണല്ലേ അപ്പുറത്തേക്ക്? അവിടെ നമ്മൾ പുതിയ പ്ലാന്റ് വരാൻ പോകണായിരുന്നു. ഒരു കോൺട്രാക്ടർ വേദന എനിക്കറിയാം. അപ്പൊ ഇത് ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. അപ്പൊ എല്ലാ കോൺട്രാക്ടേഴ്സിനും ഇത് എന്താവും ഉപയോഗമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൽക്കൂടിയുമുള്ള ഒരു പ്രൊഡക്റ്റ് ഇവിടുന്ന് പ്രൊഡക്ഷൻ നടത്തണമെന്നും ആണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമ്മൾ പുതിയതായിട്ടൊരു റെഡിമിക്സിന്റെ ഒരു പ്ലാന്റ് വരുന്നുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ വന്നാൽ ഇപ്പോൾ ഉള്ളതിന്റെ ഏറ്റവും സ്പീഡിൽ പ്രൊഡക്ഷൻ എടുക്കാനും ക്വാളിറ്റി ഒന്നുകൂടിയും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എനിക്ക് കഴിയുമെന്ന് വിചാരിക്കണേ. ഓക്കെ, അതിന് കഴിയട്ടെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഷബീബിന്റെ നമ്പർ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് വരുന്നത് ശരിക്കും ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ് ശരിക്കും? ഇത് മലപ്പുറം ജില്ലയിൽ വാഴക്കാടാണ്. മലപ്പുറം ജില്ലയിൽ വാഴക്കാട്, കോഴിക്കോട് അടുത്ത് തന്നെയാണ്. കോഴിക്കോട് ബോർഡർ ആയിട്ട് വരും. കോഴിക്കോട് മലപ്പുറം ബോർഡറാണ് വാഴക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഇതിന്റെ കമ്പനി ഡീറ്റെയിൽസും ഷബീബിന്റെ നമ്പറും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ഷബീബേ, അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഓക്കെ അടുത്തൊരു വീഡിയോയിൽ വരാം.